ഈ തരണത്തിൽ ഞാൻ ഒരുമിച്ച് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ലോകത്തേക്ക് നോക്കിയാൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ജീവിക്കുന്ന ഒരു തലത്താണ് നാം ഇവിടെ ജീവിക്കുന്നത്. ഇവിടെ മനുഷ്യന് സമ്പത്തായി ഒത്തിരി വർധനകളുണ്ട്, ഇഷ്ടംപോലെ കഴിക്കുവാനുള്ള ആഹാരമുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, അതുപരിയായിട്ട് എല്ലാ കാര്യങ്ങളും അവരുണ്ട്. എന്നാൽ അവരുടെ കുടുംബത്തിൻ്റെ അകത്ത് സമാധാനമില്ലാതെ നിൽക്കുന്ന ഒരു തലത്താണ് നാം ഇവിടെ ജീവിക്കുന്നത്. എന്നാൽ ഈ സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയാമോ? അവൻ മദ്യത്തിലും മയക്കുമരുന്നിലും അതുപോലെ ലഹരി പദാർത്ഥത്തിലും അവൻ കഴിച്ചുകൊണ്ട് അവന് വലിയ സന്തോഷത്തിന് വേണ്ടി അവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ലഹരി പദാർത്ഥത്തിൽ അവൻ അടിമയായിക്കൊണ്ട് അവന്റെ കുടുംബം തന്നെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് നാം ഇവിടെ ജീവിച്ചിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് നമുക്കൊരു മാറ്റം വരണമെങ്കിൽ, മാറ്റം സംഭവിക്കണമെങ്കിൽ നാം എന്തു ചെയ്യണം? അതിനുവേണ്ടിയുള്ള മാർഗം എന്താണ് എന്ന് നാം തിരിച്ചറിയണം. ഞങ്ങളുടെ ടീമിന്റെ ആപ്തവാക്യം തന്നെ ഇതാണ്: ലഹരി വിരുദ്ധ സന്ദേശയാത്ര എന്ന് പറഞ്ഞാൽ ലഹരിക്ക് എതിരെയാണ് ഞങ്ങളുടെ പ്രസംഗങ്ങൾ മുഴുവനും. എന്തുകൊണ്ടാണ് ലഹരിക്കെതിരെ ഞങ്ങൾ പ്രസംഗിക്കാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഇന്ന് പത്രമെടുത്ത് വായിച്ചാൽ വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ്. ലഹരി കൊണ്ട് ലഹരി ഉപയോഗിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന എത്ര കുടുംബങ്ങളെ കുറിച്ച് നമുക്കറിയാൻ കഴിയും. അതുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി നിൽക്കുന്ന ജനങ്ങൾ എത്ര